ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഓൾമോസ്റ്റ് ഇപ്പോൾ ടയർ കംപ്ലീറ്റ് തീർന്ന് ഉള്ളിൽ നെറ്റ് കാണുന്നുണ്ട്. വർക്കിൻ്റെ ഒക്കെ തിരക്ക് കാരണം വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഫ്രീ ആയ കാരണം ഇന്ന് ടയർ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി. എടപ്പാൾ നമ്മുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ടയർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പെർലയുടെ ടയേഴ്സാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ പോയിട്ട് ടയർ ചേഞ്ച് ചെയ്യാം. Okay, let's go. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടയർ ചേഞ്ച് ചെയ്യാം. ഈ കാണുന്ന ടയറുകളാണ് നമ്മൾ വണ്ടിയിലിടാൻ പോകുന്നത്. ഈ രണ്ട് ടയേഴ്സ് ആക്ച്വലി സ്റ്റോക്ക് സൈസ് തന്നെയാണ്. നമുക്കിനി വണ്ടിയുടെ ടയർ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ റണ്ണിങ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈ സ്പീഡിൽ നല്ല സ്റ്റെബിലിറ്റി തന്നെ ടയറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം ഏകദേശം ടയർ ചേഞ്ച് ചെയ്തിട്ട് ഒരു 400 to 500 കിലോമീറ്റേഴ്സ് വണ്ടി ഓടി. ഇത്ര കിലോമീറ്റേഴ്സ് ഓടി ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നൈസ് പെർഫോമൻസ് തന്നെ ടയറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ 10 8.5 റേറ്റിംഗ് ഈ ടയറിന് കൊടുക്കും. ഇത് നമ്മുടെ NH ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. നമുക്ക് ജസ്റ്റ് ടയറിൻ്റെ കോർണർ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോർണേഴ്സിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് ടയറിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.